സംസ്ഥാനത്ത് പല ട്രെയിനുകളും വൈകി ഓടുന്നു. ഇന്നലെ കോഴിക്കോടും ആലുവയിലും ട്രാക്കിലേക്ക് മരം വീണ ഏറെ നേരം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും പല ട്രെയിനുകളും 2 മണിക്കൂറിലധികം വൈകിയാണ് ഓടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഖില CP ചേരുന്നുണ്ട്. അഖില, ഏതൊക്കെ ട്രെയിനുകളാണ് വൈകി ഓടുന്നത്? എവിടെയൊക്കെയാണ് പ്രശ്നമുള്ളത്? ജയലക്ഷ്മി, പ്രധാനമായും ഇന്നലെ കോഴിക്കോടായിരുന്നു ഏറ്റവും വലിയ ഗതാഗത തടസ്സം. റെയിൽവേയിൽ അതായത് മൂന്ന് മരങ്ങളാണ് ഈ കോഴിക്കോട് ഫറോക്ക് സ്റ്റേഷനിൽ കടപുഴകി വീണത്. അതായത് വലിയ മരങ്ങളാണ് ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയോട് കൂടി കടപുഴകി വീണത്. അപ്പോൾ അത് മുറിച്ചു മാറ്റാൻ ഏറെ സമയമെടുത്തിരുന്നു. രാത്രി ഏകദേശം 10:30യോടെയാണ് വീണ്ടും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മാത്രമല്ല, ഒരു വീടിൻ്റെ ഷീറ്റ് കൂടി ട്രാക്കിലേക്ക് കാറ്റത്ത് പറന്നു വന്ന് വീണതോടെ ഗതാഗത തടസ്സം വീണ്ടും ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ട്രെയിനുകളും ഗതാഗതം ഇന്നലെ രാത്രി 10:30യോട് കൂടി പുനഃസ്ഥാപിച്ചെങ്കിലും പല ട്രെയിനുകളും 2-3 മണിക്കൂറിലധികം വൈകിയാണ് ഓടുന്നത്. പ്രധാനമായും ചെന്നൈ മംഗളൂരു, കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചർ, തിരുവനന്തപുരം മംഗളൂർ മലബാർ എക്സ്പ്രസ്, അന്ത്യോദയ എക്സ്പ്രസ്, ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ്, അങ്ങനെ 10-ലധികം ട്രെയിനുകൾ വൈകി ഓടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാറ്റാണ് വില്ലനാകുന്നത് എന്നുള്ളതാണ്. ഏകദേശം 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റ് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ജില്ലയിലുടനീളം, കോഴിക്കോട് ജില്ലയിലുടനീളം സൃഷ്ടിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ കോഴിക്കോട് കടലോരം തീരപ്രദേശത്തുള്ളവരൊക്കെ വലിയ ഭീഷണിയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ മാർഗം സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയൊരു ഗതാഗത തടസ്സം, ട്രെയിൻ ഗതാഗത തടസ്സം നിലവിൽ സംസ്ഥാനത്തുണ്ട്. പല ട്രെയിനുകളും 2-3 മണിക്കൂറിലധികം വൈകിയാണ് ഓടുന്നത്. ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ അഖില അവിടെ? അതെ ജയലക്ഷ്മി, ഇപ്പോഴും കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയും കാറ്റുമുണ്ട്. മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് കാറ്റ് തന്നെയാണ്. ഇന്നലെ വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ നിന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധിയാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലുടനീളം വലിയൊരു ആശങ്കയുണ്ട്. കാറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. ശരി അഖില, കാറ്റും മഴയും ശക്തമായി തന്നെ കോഴിക്കോട് തുടരുന്നുണ്ട്. പല ട്രെയിനുകളും വൈകി ഓടുന്നുണ്ട്. ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, ഗുരുവായൂർ എക്സ്പ്രസ് ഇങ്ങനെ തുടങ്ങി വിവിധ 10ഓളം ട്രെയിനുകൾ വൈകി ഓടുന്നു എന്നുള്ളതാണ് അഖില റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രാക്കിലേക്ക് മരം വീണതാണ് ഈ ഗതാഗതം തടസ്സപ്പെടാനുള്ള കാരണം. ഇത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേങ്കിലും ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്.